വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 17 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് 17 1 മുതൽ 10 വരെ. അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും അവ വരുത്തുന്നവന് അയ്യോ കഷ്ടം. അവൻ ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല്ല് അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന്. സൂക്ഷിച്ചുകൊള്ളുവിൻ. സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടവും നിൻ്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കാം. അപ്പോസ്തലന്മാർ കർത്താവിനോട്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്കുക എന്ന് അവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നുകുടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നുകുടിച്ചു കൊള്ളുക എന്ന് പറയുകയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്യുക കൊണ്ട് നീ അവന് നന്ദി പറയുമോ? അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവിൻ. നിങ്ങൾ ഉട്ടോപ്യ എന്ന് കേട്ടിട്ടുണ്ടോ? അതൊരു സ്ഥലമോ രാജ്യമോ ആണെന്ന് കേൾക്കുമ്പോൾ തോന്നും. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെ ഒരു സ്ഥലമില്ല. ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു രാജ്യത്തെയാണ് ഉട്ടോപ്യ എന്ന് വിളിക്കുന്നത്. ഒരു പ്രശ്നവുമില്ലാത്ത, കളവും ചതിയുമില്ലാത്ത, മനുഷ്യരെല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ സസുഖം താമസിക്കുന്ന രാജ്യം. അത്തരത്തിലുള്ള ഒരു രാജ്യത്തെയാണ് ഉട്ടോപ്യ എന്ന് വിളിക്കുന്നത്. അതൊരിക്കലും ഒരിടത്തും സംഭവിച്ചിട്ടില്ല എന്നെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു നല്ല രാജ്യമോ നല്ല ഭാവിയോ വാഗ്ദാനം ചെയ്യുന്നവരും അതുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നില്ല. അതും നമുക്കറിയാം. ചരിത്രത്തിൽ പല നേതാക്കളും ഭരണാധികാരികളും അത്തരത്തിലുള്ള ഭരണവും വ്യവസ്ഥകളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സമത്വസുന്ദരവും ചൂഷണരഹിതവുമായ സമൂഹം വാഗ്ദാനം ചെയ്ത പല തത്വശാസ്ത്രങ്ങളും ഈ ലോകത്തുണ്ടായിരുന്നു. ചില രാജ്യങ്ങളിൽ അത്തരം ആശയങ്ങൾ ആത്മാർത്ഥമായി പരീക്ഷിക്കുകയും ചെയ്തു. അതിൻ്റെ പരിണത ഫലം എന്തായിരുന്നു എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നേതാക്കൾ അവരുടെ അണികളെയും ശിഷ്യന്മാരെയും ആവേശഭരിതരാക്കാൻ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകും. ആ ശിഷ്യന്മാർ അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യും. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഭാവിയെപ്പറ്റി പല കാര്യങ്ങളും പറഞ്ഞു. തൻ്റെ ശിഷ്യന്മാർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവർ ഇത്തരത്തിലുള്ള ഒരു ഉട്ടോപ്യൻ സമൂഹത്തിലായിരിക്കും ജീവിക്കുക എന്ന് യേശു ഒരിക്കലും പറഞ്ഞില്ല. അങ്ങനെ ഒരു വ്യാമോഹം അവർക്കൊരിക്കലും താൻ കൊടുത്തില്ല. നേരെ മറിച്ച് അവർക്ക് ഈ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് യേശു പറഞ്ഞത്. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഈ ലോകത്തിലുള്ള മറ്റുള്ളവരിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് യേശു പറഞ്ഞു. എന്നാൽ ലൂക്കോസ് 17 1 2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും അവ വരുത്തുന്നവൻ അയ്യോ കഷ്ടം. ഈ ചെറിയവരിൽ ഒരുത്തനെ ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല്ല് അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് നന്നെന്നാണ്. ഇതിൻ്റെ അർത്ഥം യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാകുമെന്നല്ലേ. ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ തന്നെ പ്രശ്നങ്ങളും വിഭാഗീയതയും ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലർ ബൈബിളിനെയും ക്രിസ്തീയ മാർഗത്തെയും തള്ളിപ്പറയുകയും വിമർശിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈ ബൈബിൾ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ക്രിസ്തു ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. യേശു അതാണ് ഇവിടെ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. ബൈബിൾ ദൈവത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ശരി തന്നെ. പക്ഷേ അതേസമയം ബൈബിൾ ഒരു യാഥാർത്ഥ്യബോധമുള്ള ഒരു പുസ്തകമാണ്. ഒരിക്കലും സംഭവിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആളുകളുടെ തെറ്റുകളും കുറവുകളും ബൈബിൾ മൂടി വയ്ക്കുന്നില്ല.
അതുപോലെ തന്നെ ക്രിസ്തു വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ബൈബിൾ പറയുന്നു. അത് വാസ്തവത്തിൽ ബൈബിളിൻ്റെ വിശ്വാസ്യതയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇടർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. മനുഷ്യൻ്റെ പാപം മൂലം ശപിക്കപ്പെട്ട ഈ ഭൂമിയിൽ തന്നെയാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ ജീവിക്കേണ്ടത്. ഇവിടെ പ്രശ്നങ്ങൾ, ഇടർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ അനവധിയാണ്. ഇടർച്ചയെന്ന് വെച്ചാൽ ഒരാൾ നടക്കുകയോ ഓടുകയോ ചെയ്യുമ്പോൾ എന്തിലെങ്കിലും തട്ടി വീഴുവാൻ വരികയാണെങ്കിൽ അങ്ങനെ വീഴിക്കുന്നതാണ്, അതിനെയാണ് ഇടർച്ച എന്ന് പറയുന്നത്. ഒരു കല്ലിലോ കമ്പിലോ തട്ടി ഒരാൾ വീഴുമ്പോൾ ആ കല്ലോ കമ്പോ ആണ് ഇടർച്ച. ആളുകളെ വീഴിക്കുന്നത്, അതാണ് ഇടർച്ച. യേശു പറയുന്നത് ആളുകൾ വീഴാനുള്ള, തെറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയാണ്. പക്ഷേ അതിന് കാരണക്കാരാകുന്നവർക്ക് അയ്യോ കഷ്ടമെന്നാണ്. അതുകൊണ്ട് മറ്റുള്ളവർ വീഴാനിടയാകുന്ന കാര്യങ്ങൾ ചെയ്യാതെ നാം ഓരോരുത്തരും സൂക്ഷിക്കണം. ക്രിസ്തു വിശ്വാസികൾ പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് കരുതപ്പെടുന്നു. അത് ചെയ്യാതിരിക്കുന്നതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണമെന്നാണ് പലരും കരുതുന്നത്. ഇതിനെ ചോദ്യം ചെയ്യുന്നവരുമുണ്ട്. അവർ ചോദിക്കും, ഞാനൊരു ഉദാഹരണം പറയാം, സിഗരറ്റ് വലിക്കരുതെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ടോ? ശരിയാണ്, സിഗരറ്റ് വലിക്കരുതെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. എന്നാൽ ഒരു ക്രിസ്തു ശിഷ്യൻ സിഗരറ്റ് വലിക്കുമ്പോൾ അയാൾ തനിക്ക് മാത്രമല്ല ദോഷം ചെയ്യുന്നത്, അത് കാണുന്ന മറ്റ് പല ക്രിസ്തു ശിഷ്യന്മാർക്കും അത് ഇടർച്ചയ്ക്ക്, വീഴ്ചയ്ക്ക് കാരണമാകും. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ റോമാ ലേഖനത്തിൽ അതിൻ്റെ 14-ാം അധ്യായം ഇത്തരത്തിലുള്ള ഒരു വിഷയമാണ് പ്രതിപാദിക്കുന്നത്. അക്കാലത്ത് മാംസം വിൽക്കുന്നത് അമ്പലങ്ങളോട് ചേർന്ന ചന്തയിലായിരുന്നു. ഒരു അമ്പലത്തിലുള്ള വിഗ്രഹത്തിന് നിവേദിച്ച ഒരു മൃഗത്തെ അവർ കൊല്ലുന്നു. ആ കൊന്ന മൃഗത്തിൻ്റെ മാംസം കുറഞ്ഞ വിലയ്ക്ക് ആ അമ്പലത്തിനടുത്തുള്ള ഇറച്ചിക്കടകളിൽ വിൽക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഇത്തരത്തിലുള്ള ഇറച്ചി കഴിക്കാൻ പാടില്ല എന്നാണ് ചില ശിഷ്യന്മാർ തന്നെ അവരങ്ങനെയാണ് കരുതുന്നത്. കാരണം ആ മൃഗത്തെ ആദ്യം ഒരു വിഗ്രഹത്തിന് നിവേദിച്ചതാണ്, അതുകൊണ്ട് അത് കഴിക്കാൻ പാടില്ല എന്നവർ പറയുന്നു. ഈ വാദത്തെ എതിർക്കുന്നവരുമുണ്ട്. അവരും ക്രിസ്തു വിശ്വാസികൾ തന്നെയാണ്. അവർ പറയുന്നു, വിഗ്രഹത്തിലൊന്നും ഒരു കഥയുമില്ല, വില കുറച്ച് കിട്ടുന്ന ഇറച്ചി വാങ്ങി സ്തോത്രം ചെയ്തിട്ട് കഴിക്കാം എന്ന്. അതാണ് അവരുടെ വാദം. ഈ വാഗ്വാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പൗലോസ് റോമർ 14-ാം അധ്യായത്തിലെ കാര്യങ്ങൾ എഴുതുന്നത്. അതിൻ്റെ 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, റോമർ 14:13. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്, സഹോദരന് ഇടർച്ചയോ തടങ്കലോ വയ്ക്കാതിരിക്കാൻ മാത്രം ഉറച്ചുകൊള്ളുവിൻ. ഇവിടെ ഇറച്ചി കഴിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് പൗലോസ് പറഞ്ഞിട്ടേയില്ല. ഈ അധ്യായം മുഴുവൻ പരിശോധിച്ചാൽ നിങ്ങൾക്കത് കാണാം. അതിന് പൗലോസ് പറയുന്ന കാരണം, ആ മാംസം കഴിക്കരുതെന്ന് പറയുന്നവരും കഴിക്കാമെന്ന് പറയുന്നവരും രണ്ട് കൂട്ടരും ദൈവത്തിൻ്റെ ദാസന്മാരാണ്. അവർ ദൈവത്തെ സ്നേഹിക്കുന്നു. അവർ പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കരുത് എന്നതാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പക്ഷേ നാം കഴിക്കുന്ന ഭക്ഷണവും നാം കുടിക്കുന്ന പാനീയവും ഒരിക്കലും മറ്റൊരു വിശ്വാസിക്ക് ഇടർച്ചയ്ക്ക് കാരണമാകരുത്. അങ്ങനെ സംഭവിച്ചാൽ അത് ശിക്ഷാവിധിക്ക് കാരണമാകും എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ലൂക്കോസ് 17:2 വാക്യത്തിൽ ഈ ചെറിയവരിൽ ഒരുത്തനെ ഇടർച്ച വരുത്തുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്, ഈ ചെറിയവർ, കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും അവർ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഈ ലോകത്തിൻ്റെ നിലവാരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ചെറിയവർക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഈ ലോകത്തിൽ ആരും അത് വലിയ കാര്യമായി എടുക്കാറില്ല. ലോകത്തിൽ വലിയവരെ സംരക്ഷിക്കാനും അവർക്ക് പേരുദോഷം വരാതെ സൂക്ഷിക്കാനും എല്ലാം പലരുമുണ്ട്. എന്നാൽ ചെറിയവരുടെ കാര്യത്തിൽ ദൈവത്തിന് അത്യന്തം താല്പര്യമുണ്ട്. അതുകൊണ്ട് ആരെയും തുച്ഛീകരിക്കുകയോ വില കുറച്ച് കാണുകയോ ചെയ്യരുത്. അവർ എന്ത് ചിന്തിച്ചാലും എനിക്കൊന്നുമില്ല എന്ന് കരുതി പെരുമാറരുത്. ആ ചെറിയവർക്ക് ഇടർച്ച വന്നാൽ
അവർ പാപം ചെയ്യാൻ നിങ്ങൾ കാരണമായാൽ ദൈവം അത് വളരെ ഗൗരവമായി തന്നെ കാണും. അടുത്തതായി, അവർ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. പെട്ടെന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളവരെ അവരെ പ്രതി നാം സൂക്ഷിക്കണം എന്നും ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇടർച്ച മൂലം തെറ്റ് ചെയ്യുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷയെപ്പറ്റി കർത്താവ് ഇവിടെ ഒന്നും പറയുന്നില്ല. യേശു തൻ്റെ ശിഷ്യന്മാരാണല്ലോ സംസാരിക്കുന്നത്. എന്നാൽ ഇടർച്ച വരുത്തുന്നവൻ്റെ ശിക്ഷയെക്കുറിച്ച് മാത്രമാണ് യേശു ഇവിടെ പറയുന്നത്. അവൻ്റെ കഴുത്തിൽ തിരികല്ല് കെട്ടിയെന്ന് വെച്ചാൽ ഒരിക്കലും പൊന്തി വരാൻ സാധ്യതയില്ലാത്ത വിധം കടലിൽ എറിഞ്ഞു കളയുന്നതായിരിക്കും അവന് നല്ലതെന്നാണ് യേശു പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇടർച്ച വരുത്തുന്നത് അതീവ ഗുരുതരമായ ഒരു പാപമാണെന്നാണ് യേശു പറഞ്ഞത്. മറ്റുള്ളവരെ കൊണ്ട് പാപം ചെയ്യിക്കുന്നവന് വലിയ ശിക്ഷ കിട്ടും. ആ കാര്യം ഉറപ്പാണെന്ന് യേശു ഇവിടെ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. നാം മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നാം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ മറ്റുള്ളവർ കാണുകയും അനുകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിത ശൈലി തന്നെ മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നാം പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ തെറ്റായി സ്വാധീനിക്കും. നമ്മുടെ കപടഭക്തി തീർച്ചയായും മറ്റുള്ളവർ കാണുകയും അതവർ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ജീവിതത്തിൽ സത്യസന്ധതയില്ലാതെ ഒരു കാര്യം പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അപകടമാണ്. അത് ഇടർച്ചയുണ്ടാക്കും. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വിശ്വാസ ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നു. തൻ്റെ കുടുംബത്തിലെ ഒരു മുതിർന്ന അംഗം, ഗൾഫിലായിരുന്നു അദ്ദേഹം അവധിക്ക് നാട്ടിൽ വന്നു. ആ ഞായറാഴ്ച ഗൾഫിൽ നിന്നും വന്ന ആളാണ് അവരുടെ സഭയിൽ പ്രസംഗിച്ചത്. അദ്ദേഹത്തിൻ്റെ വിഷയം എന്തായിരുന്നെന്നോ? വിശ്വാസികൾ സ്വർണ്ണാഭരണങ്ങൾ വർജിക്കണം എന്നതായിരുന്നു. സഭായോഗം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി. ഗൾഫുകാരനും ഈ ചെറുപ്പക്കാരനും, അന്ന് അയാളൊരു കുട്ടിയായിരുന്നു, അവർ മടങ്ങി വീട്ടിൽ വന്നു. അന്ന് വൈകുന്നേരം ഗൾഫുകാരനെ കാണാൻ ചില ആളുകൾ വീട്ടിൽ വന്നു. അയാൾ ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വാങ്ങാൻ വന്ന കച്ചവടക്കാരായിരുന്നു അവർ. ഞായറാഴ്ച രാവിലെ സ്വർണത്തിനെതിരെ പ്രസംഗം, വൈകുന്നേരം സ്വർണ്ണ കച്ചവടം. ഇതിലേതെങ്കിലും ഒന്ന് അദ്ദേഹത്തിന് വേണ്ടെന്ന് വയ്ക്കാമായിരുന്നു. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ കുട്ടി ആ വീട്ടിലുണ്ടെന്ന കാര്യം ആ ഗൾഫുകാരൻ മറന്നു. അയാൾ കപടം കാണിക്കാൻ ആ കുട്ടിയെ പ്രേരിപ്പിക്കുകയായിരുന്നു. മറ്റു ചിലർ അവർ തെറ്റ് ചെയ്യുകയാണ്. ആ തെറ്റ് മറ്റുള്ളവരും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ കൂടി തങ്ങളുടെ തെറ്റിൽ പങ്കെടുപ്പിക്കാൻ അവർ സമ്മർദ്ദം ചെലുത്തും. ഇത്തരം ഒരു സംഭവം ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. യഹൂദനായ പത്രോസ് ജാതികളായ വിശ്വാസികളോടുകൂടെ അന്ത്യോക്യയിൽ വെച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു. എന്നാൽ യെരുശലേമിൽ നിന്നും യാക്കോബിൻ്റെ അടുക്കൽ നിന്നും ചിലർ വന്നപ്പോൾ അപ്പോസ്തലനായ പത്രോസും കൂടെ ഉണ്ടായിരുന്ന ചില യഹൂദന്മാരും ജാതികളായ വിശ്വാസികളോടുകൂടെ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. ആ ജാതികളായ വിശ്വാസികളെ അവർ അഗ്രചർമ്മികൾ എന്ന് മുദ്ര കൂട്ടി മാറ്റി നിർത്തി. ഇത് കണ്ട ബർന്നബാസും തെറ്റിപ്പോകുവാൻ ഇടവന്നു എന്നാണ് പൗലോസ് ഗലാത്യർ 2:13 പറയുന്നത്. അപ്പോസ്തലനായ പത്രോസ് ഒരു കപടം ചെയ്തതുകൊണ്ട് ബർന്നബാസ് തെറ്റിപ്പോയി. നേരിട്ടോ അല്ലാതെയോ മറ്റുള്ളവരെ തെറ്റിക്കുന്ന കാര്യങ്ങളാണ് പത്രോസ് ചെയ്തത്. കാരണം യഹൂദന്മാരായ ക്രിസ്ത്യാനികളെല്ലാവരും തങ്ങളെപ്പോലെ തന്നെ ജാതികളായ വിശ്വാസികളോട് വേർപെട്ടിരിക്കണം എന്ന ആഗ്രഹമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ചിലർ അവർക്കുള്ള അധികാരവും പദവിയും ദുരുപയോഗം ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് പാപം ചെയ്യും. ബേർശേബയുടെ ഭർത്താവായ ഊരിയാവിനെ കൊന്നത് ശത്രുക്കളാണ്. ഊരിയാവിനെ അപകട സ്ഥലത്ത് നിർത്തിയത് സേനാനായകനായ യോവാബാണ്. പക്ഷേ അതെല്ലാം ദാവീദ് രാജാവിൻ്റെ കൽപ്പനപ്രകാരമായിരുന്നു. ദാവീദ് രാജാവ് തൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തു. മറ്റുള്ളവരെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. ശൗൽ രാജാവും സ്വാധീനം ഉപയോഗിച്ച് ആളുകളെ ദാവീദിന് വിരോധമായി അന്യായമായി തിരിച്ചു.
ഇന്നും പണവും അധികാരവും സ്വാധീനവും ഉള്ളവർ അവർക്കിഷ്ടമില്ലാത്തവർക്കെതിരെ അന്യായം ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു. ഇതിനെല്ലാം വലിയ വില നൽകേണ്ടി വരുമെന്നാണ് യേശു പറഞ്ഞത്. മറ്റു ചിലർ തെറ്റായ കാര്യങ്ങളെ നല്ലതും പ്രശംസനീയവുമായി അവതരിപ്പിക്കും. കള്ളക്കേസ് നടത്തി കാര്യം സാധിച്ചതിനെക്കുറിച്ചും കൈക്കൂലി നൽകുന്നതിനെക്കുറിച്ചുമെല്ലാം അവർ മറ്റുള്ളവരുടെ മുമ്പിൽ വീമ്പിളക്കും. ഇത് കേൾക്കുന്നവർ ഇതൊക്കെ ചെയ്യാവുന്ന നല്ല കാര്യങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കും. അതവരുടെ വീഴ്ചയ്ക്കും കാരണമാകും. ഇതും ഇടർച്ചയ്ക്ക് കാരണമാണ്. ഒരാളുടെ വസ്ത്രധാരണം മറ്റൊരാൾക്ക് ഇടർച്ച വരുത്താൻ ഇടയാകും. പ്രത്യേകിച്ച് ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണം. സ്ത്രീകൾ ഇത്തരത്തിൽ വസ്ത്രം ധരിക്കുന്നത് ഇടർച്ചയ്ക്ക് കാരണമാകും. കാരണം ഒരു സ്ത്രീ പുരുഷനെയോ പുരുഷ ശരീരത്തെയോ നോക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് ഒരു പുരുഷൻ സ്ത്രീയെയും സ്ത്രീയുടെ ശരീരത്തെയും നോക്കുന്നത്. ഇത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ഒരു പുരുഷൻ കാണുന്ന കാര്യങ്ങൾ അവന് ലൈംഗികമായ പ്രേരണകൾ കൂടുതലായി നൽകും. സ്ത്രീകൾ ഈ കാര്യം വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വസ്ത്രധാരണം ആരെയെങ്കിലും പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ, ആർക്കെങ്കിലും ഇടർച്ച വരുത്തിയാൽ നിങ്ങൾ അതിന് ഉത്തരവാദികളാകും. ഒരു പ്രത്യേക തരത്തിലുള്ള ഇടർച്ച നല്ലതാണെന്ന് കൂടി ബൈബിൾ പറയുന്നു. സുവിശേഷ സന്ദേശം ചില ആളുകൾക്ക് ഇടർച്ചയാണ്. കാരണം സുവിശേഷം ആളുകളെ കുറ്റം വിധിക്കുന്നതാണ്. അവരെ അവരുടെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നതാണ്. പാപബോധമില്ലാതെ ആർക്കും സുവിശേഷം വിശ്വസിക്കുവാനും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് സുവിശേഷ സന്ദേശം കേൾക്കുമ്പോൾ ആളുകൾക്ക് ഇടർച്ച ഉണ്ടാകണം. അത് നല്ലതാണ്. എന്നാൽ നാം മറ്റുള്ളവർക്ക് ഇടർച്ചയാകരുത്. തെറ്റ് ചെയ്യുന്നവരെ സ്നേഹത്തോടെ അവരുടെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുകയും വേണം. അത് ചെയ്യുമ്പോൾ അവർ മാനസാന്തരപ്പെടുകയാണെങ്കിൽ അവരോട് ക്ഷമിക്കണം. ഇതാണ് യേശു അടുത്ത വാക്യങ്ങളിൽ പറയുന്നത്. സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക എന്ന് വെച്ചാൽ അവൻ ചെയ്ത തെറ്റെന്താണെന്ന് അവനെ ബോധ്യം വരുത്തുക. ഇന്ന് ആരെങ്കിലും തെറ്റ് ചെയ്താൽ ആ വ്യക്തിയോടൊഴിച്ച് ബാക്കി എല്ലാവരോടും അവൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് പറയും. അതുകൊണ്ടാണ് പ്രശ്നം തീരാത്തത്. ക്രിസ്തീയ സമൂഹത്തിൽ ഐക്യമില്ലാത്തത്. പല പ്രശ്നങ്ങളും തുടങ്ങുന്നത് അങ്ങനെയാണ്. ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നേരിട്ട് അയാളോട് സംസാരിക്കുക. പ്രത്യേകിച്ച് ആ വ്യക്തി നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നേരിട്ട് അയാളോട് സംസാരിക്കുക. തെറ്റാണെങ്കിൽ ശാസിക്കുക എന്ന് വെച്ചാൽ ചെയ്ത തെറ്റിനെക്കുറിച്ച് അവന് ബോധ്യം വരുത്തുക. അവൻ മാനസാന്തരപ്പെട്ടാൽ അവരോട് ക്ഷമിക്കുക. ക്ഷമിക്കുക എന്നത് അല്പം വിലയുള്ളതാണ്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം യേശു പറയുന്നു, ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടവും നിൻ്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കാം. ഇത് ഒരല്പം കൂടുതലാണ്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു ദിവസം തന്നെ ആദ്യം നിങ്ങൾക്ക് എന്തോ ഒരു ഉപദ്രവം ചെയ്തു, നിങ്ങൾ അയാളോട് സംസാരിച്ചു, അയാൾ മാനസാന്തരപ്പെട്ടു, ക്ഷമ ചോദിച്ചു, നിങ്ങൾ ക്ഷമിച്ചു. അതേ ദിവസം തന്നെ അതേ വ്യക്തി വീണ്ടും നിങ്ങളെ ഉപദ്രവിക്കുന്നു, നിങ്ങൾ അയാളോട് സംസാരിക്കുന്നു, അയാൾ മാനസാന്തരപ്പെടുന്നു, നിങ്ങൾ ക്ഷമിക്കുന്നു. അതേ ദിവസം തന്നെ മൂന്നാമതും അയാൾ അങ്ങനെ തന്നെ ചെയ്യുന്നു. നിങ്ങൾ അയാളെ ശാസിക്കുമോ അതോ അയാളെ ഒഴിവാക്കുമോ? 3 പ്രാവശ്യമായി കഴിയുമ്പോൾ നാം തീരുമാനിക്കും, ഇവൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ഇവൻ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്നത്, ഇവൻ്റെ മാനസാന്തരത്തിലൊന്നും വലിയ കഥയില്ല എന്ന് നാം അങ്ങ് നിഗമിക്കും. കർത്താവ് പറയുന്നത് 7 പ്രാവശ്യം ചെയ്തതാൽ എന്ന് വെച്ചാൽ 7 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് നിർത്താമെന്നല്ല അതിൻ്റെ അർത്ഥം. 7 എന്ന് പറയുന്നത് അസംഭവ്യമായ ഒരു സംഖ്യയാണ്. ഒരു ദിവസത്തിൽ 7 പ്രാവശ്യം ഒരു മനുഷ്യൻ നിങ്ങളെ ഉപദ്രവിക്കുകയും ഓരോ പ്രാവശ്യവും മാനസാന്തരപ്പെടുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുക എന്നത് നടക്കാൻ സാധ്യതയുള്ള കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ക്ഷമിക്കണമെന്നാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. ഇത് അല്പം ബുദ്ധിമുട്ടാണ് എന്ന് നമുക്കറിയാം. അപ്പോസ്തലന്മാർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. യേശു ഈ കാര്യം പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞതെന്നറിയാമോ? ഇങ്ങനെ ക്ഷമിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹം വേണം, നിങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിച്ചു തരണം എന്നല്ല അവർ പറഞ്ഞത്.
അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാരാണ് ഈ പറയുന്നത്. യേശു ഇവരെ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകാൻ വേണ്ടി അയച്ചിട്ടില്ല. അതിനു മുൻപ് തന്നെയാണ് ഈ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറയുന്നത്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. എന്ന് വെച്ചാൽ നീ പറഞ്ഞ കാര്യം അനുസരിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്, വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ വിശ്വാസം ആവശ്യമാണ്. എന്താണ് വിശ്വാസം? കർത്താവ് പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ എൻ്റെ സാമാന്യ ബുദ്ധി എന്നെ അനുവദിക്കുന്നില്ല. കർത്താവ് പറഞ്ഞ കാര്യം ഞാൻ ചെയ്താൽ ഞാൻ ചില പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ അതനുസരിക്കാൻ നമുക്ക് തോന്നില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്ന കാര്യം അനുസരിക്കുക, അതിന് എന്ത് പരിണിത ഫലമുണ്ടായാലും അത് ദൈവം നോക്കിക്കോളും എന്നുള്ള ഉറപ്പ്. അതാണ് വിശ്വാസം. ഒരുത്തൻ ഒരു ദിവസം തന്നെ 7 പ്രാവശ്യം 7 തരത്തിലുള്ള പാപം എന്നോട് ചെയ്തു, 7 പ്രാവശ്യം അവൻ മാനസാന്തരപ്പെട്ടു, എന്നോട് ക്ഷമ ചോദിച്ചു, ഞാൻ 7 പ്രാവശ്യം അവനോട് ക്ഷമിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇതല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എങ്കിലും കർത്താവ് പറഞ്ഞതുകൊണ്ട് ഞാൻ ക്ഷമിക്കും. അതാണ് വിശ്വാസം. കർത്താവ് അവരോട് പറഞ്ഞു, വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് വാസ്തവമായ വിശ്വാസമുണ്ടെങ്കിൽ അത് മതി. കടുകുമണിയോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അളവിനെ അല്ലല്ലോ കാണിക്കുന്നത്. കടുകുമണി വളരെ ചെറുതാണല്ലോ. നിങ്ങൾക്ക് വാസ്തവമായ വിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട. ശരിയായ വിശ്വാസമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. കാട്ടത്തി വേരോടെ പറഞ്ഞ് കടലിൽ പോകും. അസംഭവ്യമായ ഒരു കാര്യമാണ്. പക്ഷേ യഥാർത്ഥ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നടക്കാൻ സാധ്യതയില്ലെന്ന് കരുതുന്ന കാര്യങ്ങൾ നടക്കും. ഇത് കഴിഞ്ഞ് കർത്താവ് അവരോടൊരു ഉപമ പറയുകയാണ്. ആ ഉപമ താൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധമുണ്ട്. ശിഷ്യന്മാർ ആരോടെങ്കിലും ക്ഷമിച്ചാൽ അവർ ആ ക്ഷമിച്ചതിനെക്കുറിച്ച് പൊങ്ങച്ചം പറയും. ഒരു പ്രാവശ്യം ഒരുത്തൻ ഒരു തെറ്റ് ചെയ്തു, അവൻ വന്ന് നിങ്ങളോട് മാപ്പ് ചോദിച്ചു, മാനസാന്തരപ്പെട്ടു, നിങ്ങൾ അവനോട് ക്ഷമിച്ചു. അവൻ വീണ്ടും മറ്റൊരു തെറ്റ് ചെയ്തു, പിന്നെയും നിങ്ങളടുത്ത് ക്ഷമ ചോദിക്കാൻ വരുമ്പോൾ അതേ ദിവസം തന്നെയാണെന്ന് ഓർക്കണം, നീ കുറച്ച് മുമ്പല്ലേ എന്നോട് വന്ന് ക്ഷമ ചോദിച്ചു പോയത് എന്ന് അവനോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, 3 പ്രാവശ്യം 4 പ്രാവശ്യം 5 പ്രാവശ്യം 6 പ്രാവശ്യം 7 പ്രാവശ്യം അങ്ങനെ ചെയ്താലും ക്ഷമിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഓരോ പ്രാവശ്യവും താങ്കൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ വലിയ മഹാമനസ്കനാണ്, ക്ഷമിക്കാൻ വലിയ കഴിവുള്ളവനാണ് എന്നുള്ള ഒരു നിലയിലായിരിക്കും നിങ്ങൾ ആ വ്യക്തിയോട് പെരുമാറുക. കർത്താവ് പറയുന്നത് നിങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ക്ഷമിക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ 10,000 താലന്ത് കടംപെട്ട ദാസനെക്കുറിച്ചുള്ള ഉപമയിൽ കർത്താവ് പറഞ്ഞത്, നീ എത്ര തുക നീ മടക്കി കൊടുത്തു അല്ലെങ്കിൽ ഇളച്ചു കൊടുത്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല, നീ ക്ഷമിക്കാൻ എത്ര കഴിവുള്ളവൻ എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ക്ഷമിക്കേണ്ടത്. മറിച്ച് നിനക്കെന്തുമാത്രം ക്ഷമിച്ചു കിട്ടി, 10,000 താലന്ത് അത്രയും നിനക്ക് ക്ഷമിച്ച് കിട്ടിയ സ്ഥിതിക്ക് ക്ഷമയെക്കുറിച്ചൊരു കണക്കേ പറയാൻ നിനക്ക് അവകാശമില്ല എന്ന മനോഭാവത്തിലായിരിക്കണം നാം ക്ഷമിക്കേണ്ടത്. നാം ഓരോരുത്തരോടും ക്ഷമിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, എനിക്കെന്തുമാത്രം ക്ഷമിച്ച് കിട്ടി. ഉപമ ശ്രദ്ധിക്കുക. ഒരുത്തനൊരു ദാസനുണ്ട്. ദാസൻ പകൽ മുഴുവൻ പറമ്പിൽ പണിയാണ്. വൈകുന്നേരം വീട്ടിൽ വന്നു. പകൽ മുഴുവൻ പണിയായിരുന്നല്ലോ, അവൻ ക്ഷീണിച്ചല്ലോ, എന്നാൽ അവന് കുറച്ച് ഭക്ഷണം കഴിക്കട്ടെ എന്ന് ദാസനെക്കുറിച്ച് യജമാനൻ ചിന്തിക്കില്ല എന്നാണ് യേശു പറയുന്നത്. അവൻ പണി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എനിക്ക് അത്താഴം വിളമ്പിത്താ, എനിക്ക് കറിയും വെള്ളവും ഒക്കെ എടുത്തതാ എന്ന് പറഞ്ഞ് അവൻ യജമാനന് ശുശ്രൂഷ ചെയ്തതിന് ശേഷം, യജമാനൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആണ് ദാസൻ ഭക്ഷണം കഴിക്കുന്നത്. ഇത് ഒരല്പം കടന്ന കൈയായിട്ട് നമുക്ക് തോന്നും. ദാസനോട് പറയുകയാണ്, നീ പകൽ മുഴുവൻ പണിതു എന്നുള്ളത് ശരി, പക്ഷേ നീ ഇനി ഇതും കൂടെ ചെയ്യുക, അതിന് ശേഷം നീ ഭക്ഷണം കഴിച്ചാൽ മതി എന്നാണ് യജമാനൻ പറയുന്നത്. അതാണ് അവിടുത്തെ നാട്ടു നടപ്പ്. അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ 7 പ്രാവശ്യം ക്ഷമിക്കാൻ പറഞ്ഞത് അല്പം കടന്ന കൈയായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നരുത്. കാരണം നിങ്ങൾ ക്ഷമിക്കേണ്ടവരാണ്. കാരണം നിങ്ങൾക്ക് ക്ഷമിച്ച് തന്നതിനെക്കുറിച്ച് ഓർത്താൽ നിങ്ങൾ എത്ര ക്ഷമിച്ചാലും മതിയാവില്ല.
അപ്പോൾ നിങ്ങൾ ക്ഷമിച്ചു കഴിയുമ്പോൾ ഞാൻ വലിയ ക്ഷമാശീലനാണ്, എനിക്ക് ക്ഷമിക്കുവാൻ വലിയ കഴിവുണ്ട് എന്നൊക്കെ പറയുന്നതിന് പകരം നിങ്ങളെന്താ പറയേണ്ടത്? പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യമേ ചെയ്തിട്ടുള്ളൂ. കാരണം ഞങ്ങൾക്ക് ക്ഷമിച്ച് കിട്ടിയതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ക്ഷമിച്ചു കൊടുക്കുന്നത് ഒന്നുമില്ല, ഞങ്ങൾ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ പറവിൻ എന്നാണ് കർത്താവ് അപ്പോസ്തലന്മാരോട് പറഞ്ഞത്. ആ നിലയിൽ നമുക്കും ക്ഷമിക്കാൻ ദൈവമിടയാക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതം വേറൊരാൾ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ആകരുത്. ഞങ്ങളൊരു ഇടർച്ചയായി ആർക്കും മാറാനിടയാകരുതേ. ഞങ്ങൾക്ക് എന്തുമാത്രം അവിടുന്ന് ക്ഷമിച്ച് നൽകി, ആ ബോധം എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഞങ്ങൾ മറ്റുള്ളവർക്ക് ക്ഷമിച്ചു നൽകുമ്പോൾ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന മനോഭാവം ഞങ്ങൾക്കുണ്ടാകുവാൻ അവിടെ ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 9880221957. വചനദീപം